Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? നെക്സ്റ്റ് ഇനി എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ എടുക്കണ്ടേ? ആണോ? എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, ട്രെയിനിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞല്ലോ അല്ലെ? ട്രെയിനിങ് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലയൻസ് ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അത് കംപ്ലീറ്റ് ആയല്ലോ അല്ലെ? ഓക്കെ, എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ്. ഈ ഒരു വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. അതിൽ കുറച്ച് പുതിയ ടേംസ് ആണ് പറയുന്നത്. ആ ടേംസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് വൺ പറയുന്നത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാല് ഇത് പുതിയ ടെക്നോളജി, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. ഇപ്പൊ നമുക്കറിയാം ഒരു വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള എമർജിംഗ് ട്രെൻഡ്സ് ആണ്, പുതിയതായിട്ട് ഉയർന്നു വരുന്ന കുറച്ച് പുതിയ പുതിയ പ്രവണതകള്, സാങ്കേതിക വിദ്യകള്. അപ്പൊ അത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാ? സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പുതിയതായിട്ട് പുതിയ ട്രെൻഡുകൾ നമ്മൾ പറയാറുണ്ട് അല്ലെ? ട്രെൻഡ്സ്. അപ്പൊ പുതിയതായിട്ട് ഉയർന്നു വരുന്ന ട്രെൻഡ്സ് അല്ലെങ്കിൽ പ്രവണതകൾ എന്തൊക്കെയാണ്, സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ നോർമലായിട്ട് നമ്മള് വില്ലേജ് വേസ്റ്റിനെ മാനേജ് ചെയ്യുന്നതിൽ നിന്നും ഉപരി കുറച്ച് പുതിയ ടെക്നോളജീസ് അഡ്വാൻസ്ഡ് ലെവലില് കടന്നു വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ ആണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അല്ലെ, ഇപ്പോ റോബോട്ടിക് മേഖല നമ്മുടെ എല്ലാ മേഖലയിലേക്കും റോബോട്ടിക്സിന്റെ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇവിടെയും റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ് ആർ ബീങ് ഇവോൾവ്ഡ് എന്നാണ്, being evolved to handle danger waste safely and skillfully. ഇപ്പൊ നമുക്ക് റോബോട്ടിക് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഗ്രിപ്പേഴ്സ്, ഒപ്റ്റിക് സെൻസേഴ്സ് അങ്ങനെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ റോബോട്ടിക് ടെക്നോളജീസ്, അതായത് ഇപ്പൊ റോബോട്ടിക് ആംസ് ആവാം, അതുപോലെ ഗ്രിപ്പേഴ്സ് ആവാം, വിഷൻ സിസ്റ്റം, ഒപ്റ്റിക് സെൻസേഴ്സ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അപ്പൊ റോബോട്ടിക് സംവിധാനങ്ങള് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഡേഞ്ചറസ് വേസ്റ്റുകളെ സോർട്ട് ചെയ്യാം. അതിനനുസരിച്ച് അത് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് അതിനെ മാനേജ് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. അതിനനുസരിച്ച് വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും കമ്പോണൻസ് ആക്കി മാറ്റാനും സാധിക്കുന്നു. This can help lessen the risk of exposure for health care workers. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റോബോട്ടിക് ടെക്നോളജി ഉള്ളപ്പോൾ അവിടെ ഒരു ഹെൽത്ത് കെയർ വർക്കറിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഒരു റോബോട്ടിക് ടെക്നോളജി ഉള്ളപ്പോൾ അവിടെ ഒരു ഹെൽത്ത് വർക്കറിന്റെ ഒരു ആവശ്യം വരുന്നുണ്ടോ മാനേജ്മെന്റിന്? വരുമോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? വരുന്നില്ല അല്ലെ? അപ്പൊ അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് വർക്കേഴ്സിന് ഈ പറയുന്ന ആ ഒരു വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അപകട സാധ്യത, അതിന് വിധേയമാകുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും. And make better the accuracy and speed of waste handling and disposal. അതുപോലെ നമ്മൾ ഒരു വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിലും അതുപോലെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടും
നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വേസ്റ്റ് കൈകാര്യം ചെയ്യാനും നിർമ്മാർജ്ജനം ചെയ്യാനും സാധിക്കുന്നു. അപ്പൊ അതാണ് ഒന്നാമത്തത്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. അതായത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജിയിൽ പറയുന്നത് ബീങ് ഇൻവോൾവ്ഡ്, നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട റോബോട്ടിക് ആംസുകള്, ക്രിപ്പേഴ്സ്, ഒപ്റ്റിക് സിസ്റ്റംസ്, അതുപോലെ തന്നെ സെൻസറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഓരോ വേസ്റ്റുകളെയും സോർട്ട് ചെയ്യാനും അതിനനുസരിച്ച് അതിനെ ഡിസ്പോസ് ചെയ്യാനും നിർമ്മാർജ്ജനം ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളോടാണ് കേട്ടോ. അപ്പൊ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു ടെക്നോളജി വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ ഇത് എന്തിനെ കുറയ്ക്കുന്നു, ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുമായിട്ട് വിധേയമാവുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും മറ്റുള്ള മെത്തേഡുകളിൽ നിന്നും അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വളരെ സ്പീഡായിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ചോദിക്കാറുള്ള ഭാഗമാണേ. സെക്കൻഡ് വൺ ആണ് ബയോ റെമഡിയേഷൻ. അപ്പൊ ആ പേരിൽ നിന്ന് നമുക്കറിയാലോ, ബയോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സുകളിലൂടെ. This technology uses natural biological processes to break down dangerous waste. അപകടകരമായിട്ടുള്ള വേസ്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതാണ് ഇവിടെ ആ ഒരു ടെക്നോളജിയുടെ പ്രധാനമായിട്ടും ബയോ റെമഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This can be an effective and environment friendly approach to spillage waste management. ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് അല്ലെ, സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് കൂടിയാണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ ബയോളജിക്കൽ ഏജൻസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആവാം, അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡേഞ്ചറസ് വേസ്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അത് കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് അതിന്റെ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡിസ്പോസൽ നടത്തുകയും ചെയ്യുന്നു. ഇപ്പൊ ബയോ റെമഡിയേഷൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ ടെക്നോളജിയിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സുകളിലൂടെയാണ് ഈ ഒരു ടെക്നോളജി ചെയ്യുന്നത്. വേഗം ഒന്ന് വായിക്കാം. Okay. Then third one ആണ് plasma arc gasification. Plasma arc gasification എന്ന് പറഞ്ഞാൽ is a process that uses high temperature to break down unsafe waste, including spillage waste, into its constituent components. ഇവിടെ പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷനില് is a process, ഇതൊരു പ്രക്രിയയാണ്. എന്തിലും ഉപയോഗിക്കുന്നതാ, ഇവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ, ഒരു ഉയർന്ന ടെമ്പറേച്ചറിൽ. അപ്പൊ ഇതിന് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഒരു ഹൈ ഇലക്ട്രിക് പ്ലാസ്മ ടോർച്ച് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്, ഹൈ ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ആ ഒരു ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡിങ് സ്പില്ലേജ് വേസ്റ്റ്. സ്പില്ലേജ് വേസ്റ്റിലുള്ള ഈ പറയുന്ന അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാനും കോൺസ്റ്റിറ്റ്യൂന്റ് കമ്പോണന്റ്, അതിന്റെ ഘടക ഭാഗങ്ങളാക്കി നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കാൻ പറ്റും.
Then this technology can minimize the volume of waste, lessen the risk of exposure to dangerous substances, and regain valuable material for reuse. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ടെക്നോളജി നമുക്ക് വോളിയം ഓഫ് വേസ്റ്റിന്റെ ആ ഒരു വോളിയത്തെ മിനിമൈസ്, ഒരുപാട് വേസ്റ്റുകൾ കൂടിക്കിടന്നത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു വേസ്റ്റിന്റെ ഒരുപാടുള്ള വോളിയത്തെ നമുക്ക് വളരെ ചുരുക്കാനായിട്ട് സാധിക്കും. ലെസൻ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ടു ഡേഞ്ചറസ് സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഇടപെടലോ അല്ലെങ്കിൽ അതിന്റെ എക്സ്പോഷറുമായി ബന്ധപ്പെട്ട ആ ഒരു സാധ്യതയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് വിൽ ഗെയിൻ വാല്യുബിൾ മെറ്റീരിയൽ ഫോർ റീയൂസ് ചെയ്യാൻ വേണ്ടി വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് തിരികെ എടുക്കാനും സാധിക്കും. അപ്പൊ പ്ലാസ്മ ആർട്ട് ഗ്യാസിഫിക്കേഷനിൽ പ്രോസസ് ദാറ്റ് യൂസസ് ഹൈ ടെമ്പറേച്ചർ, ഓരോന്നിനും ഓരോന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്പില്ലേജ് വേസ്റ്റിലേക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള അൺസേഫ് വേസ്റ്റുകൾ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിന്റെ ഘടക കമ്പോണൻസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ഒരു ടെക്നോളജിയിലൂടെ നമുക്ക് വേസ്റ്റസിന്റെ ഒരുപാടുള്ള ആ ഒരു വോളിയം നമുക്ക് വളരെ പെട്ടെന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ സമ്പർക്കവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും. അതുപോലെ മെറ്റീരിയൽ ഫോർ റീയൂസ്, വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുനരുപയോഗിക്കാനും അതിനു വേണ്ടി എടുക്കാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു പ്ലാസ്മ ആർട്ട് ഗ്യാസിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഗ്രീൻ കെമിസ്ട്രി. Green chemistry is an approach to chemical design and production that aims at reducing the use and generation of dangerous substances. അപ്പോൾ ഇവിടെ ഗ്രീൻ കെമിസ്ട്രിയിൽ ഉദ്ദേശിക്കുന്നത് is an approach, ഇതൊരു പുതിയ സമീപനമാണ്. കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റെഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. അപ്പൊ നമുക്കറിയാം ഒരു വേസ്റ്റ് ഉണ്ടാക്കുന്ന, ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിട്ടുണ്ട് അല്ലെ. പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉപയോഗം അതിന്റെ പ്രൊഡക്ഷൻ, അത് ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊഡക്ഷൻ പ്രക്രിയ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ഇത്രയും അധികം പ്ലാസ്റ്റിക്കുകൾ നാട്ടിലുണ്ടാവും. അത് പ്രൊഡക്റ്റ് ചെയ്ത് അത് ഉപയോഗിക്കുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അല്ലെ. പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ അത് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷനിൽ നമുക്ക് കുറവുകൾ വരുത്തിയാൽ അത്രയും അധികം വേസ്റ്റസ് അല്ലെങ്കിൽ അത്രയും അധികം പൊല്യൂട്ടൻസ് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഒരു ഗ്രീൻ ടെക്നോളജി അല്ലെങ്കിൽ ഗ്രീൻ കെമിസ്ട്രി അതുമായി ബന്ധപ്പെട്ട ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റിന്റെയും ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ ജനറേഷൻ, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ കെമിക്കൽ ഡിസൈൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി അതിന്റെ ആ ഒരു ഉപയോഗവും അതിന്റെ ജനറേഷനും ഒക്കെ നമ്മൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് ഗ്രീൻ കെമിസ്ട്രി. അപ്പൊ നമുക്ക് ഒരുപാട് അതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ മുതലേ തന്നെ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ ആ ഒരു അമിത ഉപയോഗവും അതിന്റെ ആ ഒരു പ്രൊഡക്ഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ചെയ്യാണ്. ഒരു ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കുന്നത് സമയത്ത് തന്നെ നമ്മൾ അത് നിയന്ത്രിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ബയോഡിഗ്രേഡബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് മാത്രം പുറത്തെടുക്കുകയാണെങ്കിൽ ഇത്രയും വേസ്റ്റസ് ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ഈ ഗ്രീൻ കെമിസ്ട്രി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ജനറേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ കെമിക്കൽ ഡിസൈൻ മുതലായവ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് അതിനനുസരിച്ച് ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ യൂസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. And this can help bring down the amount of dangerous waste produced, including leakage waste. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ഇത് എന്തിനു സഹായിക്കുന്നു? ഡേഞ്ചറസ് വേസ്റ്റുകളുടെ എമൗണ്ട് വളരെയധികം കുറയ്ക്കാനായിട്ട്, ആ ഒരു എണ്ണം വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു അപ്രോച്ചിലൂടെ സാധിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചോക്കെ ഗ്രീൻ കെമിസ്ട്രി.
ഓക്കെ, ലാസ്റ്റ് വൺ ആണ് നാനോ ടെക്നോളജി. ഇപ്പൊ നമ്മുടെ നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത് is being evolved to give more effective and environment friendly solution for dangerous waste management, which includes spillage waste. ഇപ്പൊ ഇവിടെ നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടോ നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ വാട്ടറിലെ ആയിക്കോട്ടെ, സോയിലിലെ ആയിക്കോട്ടെ, വേസ്റ്റസിനെ കൃത്യമായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനനുസരിച്ച് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഒരു സൗഹൃദപരമായിട്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടും കാര്യക്ഷമമായിട്ടും ഡേഞ്ചറസ് വേസ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജി കൂടിയാണ് നാനോ ടെക്നോളജി. That, for example, nanoparticle can be used selectively to bind hazardous substances, making them easier to eliminate and dispose of safely. ഇപ്പൊ ഒരുപാട് വേസ്റ്റസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളിൽ ചെന്ന് ഈ നാനോ പാർട്ടിക്കിൾസ് ബൈൻഡ് ചെയ്യുകയും പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് ആ ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ തിരിച്ചറിയാനും അത് എളുപ്പത്തിൽ നമുക്ക് അവിടെ നിന്നും എലിമിനേറ്റ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും വളരെ സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനും നമുക്ക് ഇതുപോലെ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്. അത് വളരെ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സൊല്യൂഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള ഒരു നാനോ പാർട്ടിക്കിൾസ് ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളിൽ ചെന്നത് ബൈൻഡ് ചെയ്യുകയും നമുക്ക് എളുപ്പത്തിൽ അത് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റാനും അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി നാനോ ടെക്നോളജി. സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയർ ആയില്ലേ നാനോ ടെക്നോളജി എന്താന്നുള്ളത്? അതായത് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വേസ്റ്റസിൽ ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റുകൾ ഏതാണോ അതിനെ കൃത്യമായിട്ട് ഈ നാനോ പാർട്ടിക്കിൾസ് പോയി ബൈൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണ് ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്ന് മനസ്സിലാക്കുകയും അതിന് എളുപ്പത്തിൽ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാനും സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. മൊത്തത്തില് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ പറഞ്ഞു, ബയോ റെമഡിയേഷൻ പറഞ്ഞു, പ്ലാസ്മ ആർട്ട് ഗ്യാസിഫിക്കേഷൻ പറഞ്ഞു, അത് ഗ്രീൻ കെമിസ്ട്രി പറഞ്ഞു, നാനോ ടെക്നോളജി പറഞ്ഞു. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഗ്രീൻ കെമിസ്ട്രി അല്ലേ ചോദിച്ചത്? ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ്, ഒരു പ്ലാസ്റ്റിക്കിന്റെ തന്നെ കേസ് എടുത്തോ, നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഏതൊരു വേസ്റ്റ് ആയിക്കോട്ടെ അതിന്റെ പ്രൊഡക്ഷൻ മുതൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ അത് പ്ലാസ്റ്റിക് നിർമ്മിക്കുമ്പോൾ എങ്ങനത്തെയുള്ളത് നിർമ്മിക്കാം? ഒന്നല്ലെങ്കിൽ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ നാച്ചുറലി അത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളവ. അങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ മുതൽ നമ്മൾ അത് ശ്രദ്ധിക്കുകയാണ്. അപ്പൊ ആ പ്രൊഡക്ഷൻ മുതൽ അത് ശ്രദ്ധിക്കുമ്പോൾ ഇത്രയധികം വേസ്റ്റസ് ഉണ്ടാവില്ല, അല്ലെ? അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, അത് നാച്ചുറലി ഡികമ്പോസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആയിരിക്കാം. അല്ല എങ്കിൽ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇത്രയധികം വേസ്റ്റ് ഉണ്ടാകുമോ?
ഇല്ല അല്ലെ? അങ്ങനെ അതിന്റെ പ്രൊഡക്ഷൻ, അതുമായി ബന്ധപ്പെട്ട യൂസ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ജനറേഷൻ, അതിന്റെ കെമിക്കൽ ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ഒരു പരിധി വരെയും നമുക്ക് എന്താണ് സ്പേസസിനെ മാനേജ് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആണ് ഗ്രീൻ കെമിസ്ട്രി. ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചത്? രഞ്ജന. ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണ്? കംപ്ലീറ്റ് ആയില്ലേ? വായിച്ച് കംപ്ലീറ്റ് ആയോ എല്ലാവരുടെയും? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഒരെണ്ണം ഇപ്പൊ ഓൾറെഡി അതിനനുസരിച്ച് എടുക്കുന്നുണ്ടാവും അല്ലെ? മെഡിക്കൽ ടെർമിനോളജി എടുക്കുന്നില്ല? ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഓൾറെഡി റണ്ണിങ് അല്ലേ? ഒന്നും എടുക്കാൻ മിസ്സായിട്ടില്ലല്ലോ? ഓക്കെ, അപ്പൊ മിസ് അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് എടുക്കാം കേട്ടോ. അടുത്തൊരു സെക്ഷൻ എടുക്കാം. ലബോറട്ടറി റണ്ണിങ് ആണ്. അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റോ അത് എടുത്തോണ്ടിരിക്കുകയല്ലേ? എടുത്തോണ്ടിരിക്കുവാണോ അത്? അതെ, റണ്ണിങ് ആണ്. ശരി. അപ്പൊ നമ്മള് മിസ് ആദ്യത്തെ എവിടെ വരെയാ മെഡിക്കൽ ടെർമിനോളജിയില് പ്രിഫിക്സും സഫിക്സും ഒക്കെയാണ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ? ആ ഭാഗമല്ലേ എടുത്തോണ്ടിരിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സഫിക്സ്. ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഓൾറെഡി നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്തില് റൂട്ട് വേർഡ്സ് പഠിച്ചതാണ് ഇല്ലേ? എന്താണ് ഒരു റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ? എന്താ ഒരു റൂട്ട് വേർഡ്? ഒരു വേർഡിന്റെ ചീഫ് പാർട്ട് ആണെന്ന് നമുക്ക് പറയാം അല്ലെ? റൂട്ട് വേർഡ് ആ ഒരു വേർഡിന്റെ ചീഫ് പാർട്ട് ആണെന്ന് പറയാം അല്ലെ? അതായത് ഇവിടെ ഓൾറെഡി നിങ്ങളുടെ ഫസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് റൂട്ട് വേർഡ് എന്താണെന്നൊന്ന് നോക്കിയിട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടുമല്ലോ. ഓൾറെഡി പറഞ്ഞതായിരിക്കും, എന്നാലും ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ദ ചീഫ് പാർട്ട് ഓർ സ്റ്റെം ഓഫ് എ വേർഡ് ഈസ് നോൺ ആസ് എ റൂട്ട് വേർഡ്. A root word carries the essential meaning of the word and frequently point out a body part. നമുക്ക് ഈ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചീഫ് പാർട്ടിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഇനി എ റൂട്ട് വേർഡ് ക്യാരീസ് ദ എസെൻഷ്യൽ മീനിങ് ഓഫ് ദ വേർഡ്. ആ വേർഡിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള മീനിങ് ക്യാരി ചെയ്യുന്ന ആ വേർഡുകളെയാണ് റൂട്ട് വേർഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. With that combining form, the root word and combining vowel like I, E, O, U, A, or maybe blend with another root word, a prefix or suffix to describe a particular structure or condition. അപ്പൊ ഈ ഒരു റൂട്ട് വേർഡിന്റെ കൂടെ വവൽസ് ആയിട്ടുള്ള ഏതെങ്കിലും കൂട്ടിച്ചേർക്കാം, അല്ല എങ്കിൽ പ്രിഫിക്സോ സഫിക്സോ ചേർക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂട്ട് വേർഡും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നമുക്കൊരു വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. And a regularly used term in EMS is CPR, which stands for cardiopulmonary resuscitation. When we break it down, cardio is a root word which means heart. അല്ലെ? അപ്പൊ കാർഡിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹാർട്ട് ആണ് എന്ന് നമുക്കറിയാം. അത് അതിന്റെ റൂട്ട് വേർഡ് ആണ്. ആൻഡ് പൾമണറി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ റൂട്ട് വേർഡ് ഏതാണ്? പൾമണറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ട് വേർഡ് മീനിങ് ആ ഒരു റൂട്ട് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലങ്സ് എന്നുള്ള അർത്ഥമാണ് അല്ലെ? And by executing CPR, we introduce air into the lungs and circulate blood by pressing the heart to receive the patient. Some root words may also be used as prefixes or suffixes. നമുക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ വേർഡുകൾ ഒരുമിച്ച് റൂട്ട് വേർഡ്സ് ഒരുമിച്ച് നമുക്കൊരു മീനിങ് ആക്കി പറയാം, അല്ലെങ്കിൽ അത് ഒറ്റയ്ക്ക് പറയാം, അല്ലെങ്കിൽ അതിന്റെ കൂടെ വവൽസോ അല്ലെങ്കിൽ സഫിക്സോ പ്രിഫിക്സോ കൂട്ടിയും നമുക്ക് ഒരു ഒറ്റ വേർഡോ ഒരു കണ്ടീഷനോ ആക്കി പറയാൻ പറ്റുന്നതാണ്. ഒരു റൂട്ട് വേർഡ് എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിന്റെ ചീഫ് പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യമായിട്ടുള്ള ഫണ്ടമെന്റൽ പാർട്ടിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് വവൽസോ പ്രിഫിക്സോ സഫിക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റൂട്ട് വേർഡ്സോ ഒക്കെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു കണ്ടീഷനെയോ അല്ലെങ്കിൽ മറ്റൊരു വേർഡോ ഒക്കെ ഉണ്ടാക്കി പറയാവുന്നതാണ്. ക്ലിയർ ആണോ റൂട്ട് വേർഡ് എന്താന്നുള്ളത്? ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും അല്ലേ? ഓക്കെ, നമ്മൾ ഇനി
കോമൺ റൂട്ട് വേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. കോമൺ ആയിട്ടുള്ള റൂട്ട് വേർഡ്സ്, കോമൺ റൂട്ട് വേർഡ്സ് ആണ്. സഫിക്സും ഒക്കെ മിസ് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഓരോരോ സെക്ഷൻ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി എടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് കുറച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന കുറച്ച് എണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാൻ തരാം. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് മുഴുവൻ ഇരുന്ന് ബൈഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ബാക്കി ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നവ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കോമൺ റൂട്ട് വേർഡ്സ് തുടങ്ങുകയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് അക്കോ. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? അക്കോ, അതായത് മീനിങ് ഹിയർ എന്നുള്ള അർത്ഥമാണ്. ഈ ഒരു റൂട്ട് വേർഡിന്റെ മീനിങ് എന്താണ് വരുന്നത് എന്ന് ചോദിക്കാം. നേരെ തിരിച്ചും ചോദിക്കാം. ഹിയർ എന്ന മീനിങ് വരുന്ന റൂട്ട് വേർഡ് ഇതിൽ ഏതാണ് എന്നും ചോദിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ അക്കോ, അക്കോസ്റ്റിക്സ് അല്ലേ? കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്. അക്കോസ്റ്റിക്സ് കേട്ടിട്ടില്ലേ? എന്താണ് അക്കോസ്റ്റിക്സ്? സ്റ്റഡി ഓഫ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്? എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? വെരി ഗുഡ്. സ്റ്റഡി ഓഫ് സൗണ്ട് അല്ലെ? സൗണ്ടിനെ കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. അപ്പൊ നമ്മൾ ആ ഒരു വേർഡ് കേട്ടിട്ടുണ്ട്. അപ്പൊ അക്കോ, അതിൽ ആ ഒരു അക്കോസ്റ്റിക്സ് എന്നല്ല, അക്കോ എന്നുള്ളൊരു വേർഡാണ് അതിന്റെ റൂട്ട് വേർഡ് ആയിട്ട് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹിയർ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. ഹിയർ അല്ലെങ്കിൽ ഒരു സൗണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടിയാണ് വരുന്നത്. ഓക്കെ ആണോ? രണ്ടാമത്തത് അടി. കേട്ടിട്ടുണ്ടോ? അടി. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വേർഡ്സ് കേട്ടിട്ടുണ്ടോ? ആഡിപ്പോസ് ടിഷ്യൂസ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ബോഡിയില് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസ് ആണ് ആഡിപ്പോസ് ടിഷ്യൂസ് അല്ലെ? അപ്പൊ ആഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വരുന്നത്? ഫാറ്റ് അല്ലെ? ഫാറ്റ് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അതുപോലെ അടുത്തത് തേർഡ് വൺ ആൽബ്. അതിന്റെ മീനിങ് വൈറ്റ് ആണ്. ആൽബുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വേർഡ്സ് പറയാമോ? ആൽബിനിസം കേട്ടിട്ടുണ്ടോ? ആൽബിനിസം, ആൽബുമിൻ പറയാം, ആൽബിനിസം പറയാം. ആൽബിനിസം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകളുടെയൊക്കെ എന്താണ് അവരുടെ ലാക്ക് ഓഫ് പിഗ്മെന്റേഷൻ ആണ്. ഇപ്പൊ കണ്ണുകളിലായിക്കോട്ടെ, സ്കിന്നിലായിക്കോട്ടെ, അവരുടെ ഐസ് അതുപോലെ തന്നെ ഹെയറിലൊക്കെ ലാക്ക് ഓഫ് പിഗ്മെന്റേഷൻ, വൈറ്റ് കളർ ആയിരിക്കും. കണ്ടിട്ടുണ്ടോ? ചില ആളുകളൊക്കെ കണ്ണിന്റെ പിരികം വരെയും അവർ വൈറ്റ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാണ്ട് പോന്ന പോലെ ഇരിക്കുന്നേ കണ്ടിട്ടില്ലേ? ആരെയും കണ്ടിട്ടില്ലേ അങ്ങനെയൊന്നും? അവരെയാണ് ആൽബിനിസം ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വൈറ്റ് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ അവര് ഫുള്ളും എങ്ങനെയാ? വൈറ്റ് കളറാണ്. അവരുടെ ആ ഒരു പിഗ്മെന്റേഷൻ കുറവ്, അതിന്റെ പിഗ്മെന്റേഷൻ കുറവായതുകൊണ്ട്, അഭാവം ഉള്ളത് കൊണ്ട് ഫുള്ളും വൈറ്റ് ആയിരിക്കും. മുടി ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, എല്ലാം വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ. ഫോർത്ത് വൺ ആണ് ആൽജിസ്. എന്താണ് ആൽജിസ്? പെയിൻ എന്നുള്ളൊരു അർത്ഥമാണ്. പെയിൻ, അനാൽജസിക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അനാൽജസിക് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറില്ലേ? ഇല്ലേ? എന്താണ് അനാൽജസിക്? പെയിന് വേണ്ടിയിട്ടുള്ള, അതെ, പെയിൻ കില്ലർ അല്ലെ? നമ്മുടെ പെയിനുമായി ബന്ധപ്പെട്ട എന്താണ് നമ്മൾ പെയിൻ റിലീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഡിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ടേമാണ് അല്ലെ? അതുപോലെ തന്നെ ആൽഗോളജി. എന്താണ് ആൽഗോളജി? സ്റ്റഡി ഓഫ് പെയിൻ അല്ലെ? സ്റ്റഡി ഓഫ് പെയിൻ ആണ് ആൽഗോളജി. അപ്പൊ ഇങ്ങനെയുള്ള ടേംസിന്റെയൊക്കെ റൂട്ട് വേർഡ് ആണ് ആൽഗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പെയിൻ എന്നുള്ള അർത്ഥമാണ്. അടുത്തത് ആൻഡ്രോ. ആൻഡ്രോ എന്നും പറയാറുണ്ട്, ആൻഡർ എന്നും പറയാറുണ്ട്. കൂടുതലും നമ്മൾ ടേം യൂസ് ചെയ്യാറുള്ളത് ആൻഡ്രോ എന്നുള്ള ടേം ആണ് കേട്ടോ. ആൻഡ്രോ എന്താണ്? മെയിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിനോട് കേട്ടിട്ടുള്ള ഒരു പരിചയമുള്ള ഒരു വേർഡ് പറയാമോ? വെരി ഗുഡ്. ആൻഡ്രജൻ അല്ലെ? എന്താണ് ആൻഡ്രജൻ? എന്താണ് ആൻഡ്രജൻ എന്ന് പറയുന്നത്? മെയിൽ സെക്സ് ഹോർമോൺ ആണ് അല്ലെ? ആൻഡ്രജൻ മെയിൽ സെക്സ് ഹോർമോൺ ആണ് അല്ലെ? അപ്പൊ ആൻഡ്രോജൻ. അതുപോലെ തന്നെ അതിന്റെ റൂട്ട് വേർഡ് ആണ് ആൻഡർ അല്ലെങ്കിൽ ആൻഡ്രോ എന്നും യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്തതാണ് അയോർട്ട. ഈ വേർഡ് നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാറ് അല്ലെ? ഈ റൂട്ട് വേർഡ് അങ്ങനെ തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്യാറ് അല്ലെ? എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അയോർട്ട പറയാറ്? ഏത് ഓർഗനുമായി ബന്ധപ്പെട്ട? അതെ, മഹാധമനി എന്ന് പറയും അല്ലെ? ഏതുമായി ബന്ധപ്പെട്ട നമ്മൾ ഉപയോഗിക്കാറ്? ഏത് ഓർഗനുമായി ബന്ധപ്പെട്ട? ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെ? ലാർജ് ആർട്ടറി എക്സിസ്റ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന് 4 ചേംബേഴ്സ് ആണ് അല്ലെ? അതിൽ ഫസ്റ്റ് 2 ഓറിക്കിൾസും 2 വെൻട്രിക്കിൾസും.
താഴെയുള്ള വെൻട്രിക്കിൾസ്. അതിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ലാർജ് ആർട്ടറിയെ വിളിക്കുന്ന പേരാണ് അയോർട്ട. ചോദിക്കാറുണ്ട് കേട്ടോ. Then now next one ആണ് അക്വ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള പേരാണ് അല്ലെ. അക്വ വാട്ടർ എന്നൊരു അർത്ഥമാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും ഒരു 2 വാക്ക് പറയാമോ? 2 വേർഡ്സ് ഏതെങ്കിലും പറയാമോ? അക്വാട്ടിക്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ മീനെ വളർത്തുന്ന അക്വേറിയം അല്ലെ. ഇതൊക്കെ നമ്മൾ വാട്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. Then അസ്ഫിക്സിയ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്ന ടേം ആണ് കേട്ടോ. ചിലവ അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക, ചിലത് മാത്രം അതിന്റെ കൂടെ പ്രിഫിക്സോ സഫിക്സോ ചേർക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർഡ് ചേർക്കും. അപ്പോ അസ്ഫിക്സിയ എന്ന് പറഞ്ഞാൽ അതെ ശ്വാസം മുട്ടലാണ് അല്ലെ. അപ്പൊ ഇവിടെ ലാക്ക് ഓഫ് ഓക്സിജൻ ഓർ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബോഡി ദാറ്റ് റിസൾട്ട് ഇൻ അൺകോൺഷ്യസ്നെസ്. അതായത് ഇവിടെ നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ബോഡിയിൽ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ എന്ത് പറ്റും? അൺകോൺഷ്യസ് ആവും അല്ലെ, ബോധരഹിതരാവുന്ന അവസ്ഥയാണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത്. അടുത്തതാണ് ആസ്തൻ. എന്താണ് ആസ്തൻ? വീക്ക് എന്നുള്ള ഒരു അർത്ഥമാണ്. വീക്ക് അതായത് ആസ്തനിക്, അതായത് വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക് എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ദെൻ അടുത്ത നെക്സ്റ്റ് വൺ ആണ് ഓഡി. കേട്ടിട്ടുണ്ടോ ഓഡി? ടു ഹിയർ എന്നുള്ളത്. ഓഡിയോളജി പറയാം, ഓഡിയൻസ് എന്ന് പറയാം, ഓഡിബിൾ എന്ന് പറയാറുണ്ട് ഇല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് അല്ലേ ഇതൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ കോമൺ റൂട്ട് വേർഡ് ആണ് ഓഡി, അതായത് ടു ഹിയർ എന്നൊരു അർത്ഥം വരുന്നത്. വേഗം ഇതൊന്ന് വായിച്ചു നോക്കുന്നത് ഈ ഒരു പേജിലുള്ള ഇത്രയും 10 എണ്ണത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് മിസ് പറഞ്ഞുതരാം. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ച എല്ലാവരും ക്ലിയർ ആണോ? ഒരു 10 ക്ലിയർ ആണോ? ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് പറയട്ടെ, നോട്ട് ചെയ്യാമോ? നോട്ട് ചെയ്ത് വെക്കണേ. ഫസ്റ്റ് വൺ അക്കോ, സെക്കൻഡ് വൺ നമ്പർ മാത്രം പറഞ്ഞാൽ മതിയോ? നമ്പർ മാത്രം പറയാം, അതല്ലേ കുറച്ചും കൂടി എളുപ്പം. 1 2 നമ്പർ 1 2 number 5 number 6 1 2 5 6 7 8 1 2 5 6 7 8 9 10 9 10. കുറച്ച് ചില പേജസിൽ കുറച്ച് കൂടുതൽ ഉണ്ടാവും, ചിലതിൽ കുറവായിരിക്കും കേട്ടോ. 1 2 5 6 7 8 9 10. ഓക്കെ, എന്താണ്
അസ്ഫിക്സിയ ആൻഡ് ഹൈപ്പോഫിക്സിയ സെയിം ആണ്. അസ്ഫിക്സിയ എന്ന് പറയുന്നത് നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശ്വസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻസഫിഷ്യന്റ് ആയിട്ടാണ്, അത് ഓക്സിജൻ നമുക്ക് ഇൻസഫിഷ്യന്റ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സഫോക്കേഷനും കാര്യങ്ങളും വരുന്നതിനെയാണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത്. എന്നാൽ ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ടിഷ്യൂസിനും ഓർഗനിലേക്കും മതിയായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരവസ്ഥയാണ് ഹൈപ്പോഫിക്സിയ. 8th വേണോ? Asphyxia എന്ന് പറഞ്ഞാൽ lack of oxygen or excess of carbon dioxide in the body that result in unconscious. ഇപ്പൊ നമുക്ക് ബ്രീത്തിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നില്ല, മറിച്ച് നമ്മുടെ ബോഡിയിൽ എന്തായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായിരിക്കും കൂടുതൽ. അങ്ങനെ അപ്പൊ നമ്മൾ അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ അൺകോൺഷ്യസ് ആയി പോകുന്നു, അല്ലെങ്കിൽ ബോധരഹിതരാവുന്ന ഒരു അവസ്ഥയാണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. Then next one പറയുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ബ്രോങ്ക്. ദാറ്റ് ഈസ് അതിന്റെ മീനിങ് പറയുന്നത് വിൻഡ് പൈപ്പ് എന്നാണ്. കേട്ടിട്ടുണ്ടോ ഈ ഒരു ടേം? ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മുടെ ലങ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ അതിന്റെ അർത്ഥം വരുന്നത് വിൻഡ് പൈപ്പ് എന്നുള്ളതാണ്. അതെ, ശ്വാസനാളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നോക്കാം, ശരിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ആണ് ബ്രോങ്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ബക്ക്. എന്താണ് ബക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടേംസ് കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം വരുന്നത് ചീക്ക് എന്നാണ്. അത് കൂടാതെ മൗത്ത് എന്നൊരു അർത്ഥവും കൂടി ഉണ്ട്. കേട്ടിട്ടുണ്ടോ? ബക്ക്, ബക്കൽ ക്യാവിറ്റി അല്ലെ. മൗത്ത് ക്യാവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്കൽ ക്യാവിറ്റി എന്നുള്ളത് അല്ലെ. അതുപോലെ ഓറൽ ക്യാവിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു ടേമിന്റെ റൂട്ട് വേർഡ് ആണ് ബക്ക് എന്ന് പറയുന്നത്. ബേഴ്സ എന്ന് പറഞ്ഞാല് പൗച്ച് ഓർ സാക്ക് ആണ്. അതായത് ബേഴ്സൈറ്റിസ് കേട്ടിട്ടുണ്ടോ? ബേഴ്സൈറ്റിസ് ജോയിന്റ്സിലൊക്കെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സാക്കുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ബേഴ്സ എന്ന് പറയുന്നത്. അവിടെ ആ ഒരു ജോയിന്റ്സിലെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സാക്കുകളില്, അല്ലെങ്കിൽ ആ ഒരു ടെൻഡനോ അല്ലെങ്കിൽ ബോൺസിനോ ഒക്കെ ഇടയിൽ എന്തെങ്കിലും ആ സ്മോൾ സാക്സിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിന് ബേഴ്സൈറ്റിസ് എന്ന് പറയും. ടേംസ് യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ. ആ ഫ്ലൂയിഡ് ഫിൽഡ് സാക്കുകളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അതിന് ബേഴ്സൈറ്റിസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് കാലസ്. കാലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് ഹാർഡ് thick skin ആണ്. ഓൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് ഫോംസ്. അപ്പൊ ഒരു മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് വന്നിട്ട് ഒരു ഹാർഡ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള സ്കിന്നായി മാറുന്നതിനെയാണ് കാലസ് എന്ന് അർത്ഥമാക്കുന്നത്. ദെൻ അടുത്തത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കാസിൻ. ഫെമിലിയർ അല്ലേ? ക്യാൻസർ എന്നാണ് അർത്ഥം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ടേം പറഞ്ഞേ, കാസിൻ. കാസിനോമ അല്ലെങ്കിൽ കാസിനോജൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതെ, കാസിനോജനിക് ആണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റൂട്ട് വേർഡ് ആണ് കാസിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കെരോട്ടിഡ്. കേട്ടിട്ടില്ലേ ഈ ഒരു പേര്? കെരോട്ടിഡ്. കെരോട്ടിഡ് അതിന്റെ അർത്ഥം എന്താ വരുന്നത്? ഗ്രീറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്. നമ്മുടെ നെക്കിന്റെ ഭാഗത്തെ വലിയ ആർട്ടറിയെ വിളിക്കുന്ന പേരാണ് കെരോട്ടിഡ് ആർട്ടറി. കേട്ടിട്ടുണ്ടോ കെരോട്ടിഡ് ആർട്ടറി എന്നൊക്കെ? അപ്പൊ നെക്കിന്റെ ഭാഗത്ത് വലിയ ആർട്ടറിയെ വിളിക്കുന്ന പേരാണ് കേട്ടോ കെരോട്ടിഡ് ആർട്ടറി. ദെൻ അടുത്തതാണ് കാർപ്പസ്. കേട്ടിട്ടില്ലേ ഈ ഒരു പേര്? കേട്ടിട്ടുണ്ടാവുമല്ലോ, കാർപ്പസ്. അർത്ഥം ബ്രിസ്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ ബ്രിസ്റ്റിന്റെ അവിടുത്തെ ബോൺസ് കാർപ്പൽ ബോൺസ് എന്ന് പറയും. കാർപ്പൽ ബോൺസ്. ബ്രിസ്റ്റിന്റെ അവിടത്തേക്ക് ബോൺസിനെയാണ് നമ്മൾ കാർപ്പൽ ബോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അതിന്റെ റൂട്ട് വേർഡ് ആണ് കാർപ്പസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സെന്റ്. അതിന്റെ മീനിങ് ആണ് എ ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം. 100 ഓർ എന്താണ് നമ്മുടെ മെട്രിക് സിസ്റ്റത്തിൽ ഒരു ഫ്രാക്ഷൻ, അതായത് 1/100 എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. 1/100 എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ടേംസ് യൂസ് ചെയ്യാറുണ്ട്. 1/100 എന്നുള്ള അർത്ഥമാണെങ്കിൽ പോലും സെന്റിമീറ്റർ, സെഞ്ചുറി, പെർസെന്റേജ്. സോ പറയാറില്ലേ നമ്മള് പെർസെന്റേജ്, സെന്റിമീറ്റർ, സെഞ്ചുറി, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ടേംസ് ഇതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്തതാണ് സീലിംഗ്.
സീലി എന്ന് പറഞ്ഞാൽ ഐലിഡ് എന്നാണ് അർത്ഥം. അതായത് സീലി എന്ന് പറഞ്ഞാൽ ഐലിഡ്, അതായത് സീലിയം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലെ. സീലിയം കേട്ടിട്ടില്ലേ? നമ്മുടെ ഐലാഷസിനൊക്കെ. ഓക്കെ, സോറി കേട്ടോ, പറഞ്ഞില്ല. 19th നോക്കിയില്ല അല്ലെ. 19th സെന്റി, അതായത് ടു പങ്ക്ചർ എ ബോഡി ക്യാവിറ്റി, അതായത് തുളച്ചു കയറുക അല്ലെങ്കിൽ ദ്വാരമുണ്ടാക്കുക, ഒരു ബോഡി ക്യാവിറ്റി ഒരു ദ്വാരമുണ്ടാക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് സിന്തസിസ് എന്ന് പറഞ്ഞാൽ ടു പങ്ക്ചർ എന്നുള്ള ഒരു അർത്ഥമാണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ബോഡി ക്യാവിറ്റിയോ അല്ലെങ്കിൽ സിസ്റ്റമായോ ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ഫ്ലൂയിഡ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രൊസീജിയറിലൂടെ നമ്മൾ ആ ഒരു സിസ്റ്റം, ഇപ്പൊ മുഴകളൊക്കെ ഉണ്ടാവും, അതിന്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അതിനുള്ളിലേക്ക് ദ്വാരമുണ്ടാക്കി അതിൽ നിന്ന് ആ ഒരു ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്നേ ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു റൂട്ട് വേർഡ് ആണ് സെന്റി എന്ന് പറയുന്നത്. ഇപ്പൊ സീലി എന്ന് പറഞ്ഞത് എന്താ? സീലിയം എന്നൊക്കെ ഉള്ള നമ്മൾ ടേംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഐലിഡ് എന്ന് പറഞ്ഞ അർത്ഥമാണെങ്കിൽ നമ്മുടെ കൺപോള അല്ലെങ്കിൽ കൺപീലി എന്നുള്ള കൺപോള എന്നുള്ള അർത്ഥം, ഐലാഷസ് എന്നുള്ള രീതിയിലും അർത്ഥം വരുന്നുണ്ട് കേട്ടാ. അടുത്തത് ക്ലീഡ്. ക്ലീഡ് അല്ലെങ്കിൽ ക്ലിഡോ എന്നും പറയാറുണ്ട്. ഓ ചിലപ്പോ യൂസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് ക്ലീഡ് മാത്രമുള്ള രീതിയിലായിരിക്കും യൂസ് ചെയ്യുക. അതിന്റെ അർത്ഥം ക്ലാവിക്കിൾ എന്നാണ്. ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? കോളർ ബോൺസ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഷോൾഡറിന്റെ സ്റ്റെബിലിറ്റി, ന്യൂക്ലിയോയിഡ് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അർത്ഥം ക്ലാവിക്കിൾ എന്നുള്ളത് കൊണ്ടാണ് മിസ് അത് പറഞ്ഞത് എക്സാമ്പിൾ. അതായത് നമ്മുടെ കോളർ ബോൺസിലെ നമ്മുടെ ഷോൾഡർ സ്റ്റെബിലിറ്റി ഒക്കെ കൊടുക്കുന്ന കോളർ ബോൺസിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്ലാവിക്കിൾ എന്നുള്ളത്. അല്ലാതെയും ഇപ്പൊ പറഞ്ഞ പോലെ ക്ലീഡോ ക്രാനിയൽ എന്നൊക്കെ പറഞ്ഞ ടേംസ് ഉണ്ട്. നമ്മുടെ ക്രേനിയം സ്കള്ളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ള ടേംസുകളാണ്. ദെൻ അടുത്തതാണ് ക്യൂബിറ്റസ്. ക്യൂബിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? എൽബോ അല്ലെങ്കിൽ നമ്മുടെ കൈമുട്ട് എന്നുള്ള ഒരു അർത്ഥമാണ്. ക്യൂബിറ്റസ് ശരിയാണ് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം വരുന്ന അതിന്റെ റൂട്ട് വേർഡ് ആണ് ക്യൂബിറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ സൈക്കിൾ എല്ലാ മീനിങ്സും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. പറയുന്ന അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഇനി അബ്രിവേഷൻസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് വരും കേട്ടോ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചു വെക്കാം. നമുക്ക് എല്ലാം ബൈഹാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ അടുത്തത് സൈക്കിൾ എന്നുള്ളൊരർത്ഥം അല്ലെ. സർക്കിൾ ഓഫ് സൈക്കിൾ എന്നൊരർത്ഥത്തിൽ നമ്മൾ ഷോർട്ട് വേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ആണ് സൈക്കിൾ എന്നുള്ളൊരർത്ഥം. ദെൻ ഡിജിറ്റ്. ഡിജിറ്റിന്റെ മീനിങ് എന്താ പറയുന്നത്? ഫിംഗർ ഓർ ടോ. ഫിംഗർ, നമ്മുടെ ഫിംഗർ അല്ലെങ്കിൽ ടോ, നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാറുണ്ട്? കൗണ്ട് ചെയ്യാറില്ലേ? 0 മുതൽ 9 വരെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് 1 മുതൽ 9 വരെയൊക്കെ കൗണ്ട് ചെയ്യാറില്ലേ? അത് ആ ഒരു മീനിങ്ങിലാണ് കേട്ടോ ഫിംഗർ ഓർ ടോ എന്നുള്ള അർത്ഥം വരുന്നത്. ദെൻ അടുത്തതാണ് എഡി. ഈ പേര് കേട്ടിട്ടുണ്ട്. സ്വെല്ലിംഗ് എന്നുള്ള ഒരു അർത്ഥമാണ്. ഇതുമായി ബന്ധപ്പെട്ട വെരി ഗുഡ്, എഡിമ അല്ലെ. നമ്മള് എഡിമ എന്ന് പറയാറുണ്ട്. സ്വെല്ലിംഗ് അല്ലെ, വീർത്ത് വരുന്ന ഏതൊരു ഭാഗം നീര് വന്ന് വീർക്കുന്നത് നമ്മൾ എഡിമ എന്നാണ് പറയാ. സ്വെല്ലിംഗ് എന്നുള്ള അർത്ഥമാണ്. ദെൻ എസ്തേഷ്യോ അല്ലെങ്കിൽ എസ്തേഷ്യോ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയാറ്. എസ്തേഷ്യോ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ, അതായത് നമ്മുടെ സ്പർശന ശക്തിയുമായി ബന്ധപ്പെട്ട അനസ്തേഷ്യ ഇല്ലേ. എസ്തേഷ്യോമീറ്റർ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ടേംസ്, നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ റൂട്ട് വേർഡ്സ് ഏതാണെന്ന് മാത്രം നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. അപ്പൊ എസ്തേഷ്യ, അനസ്തേഷ്യ അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ സെൻസേഷൻസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എസ്തേഷ്യോമീറ്റർ എന്ന് പറയുന്നത്. അതെല്ലാം ഇതിൽ ഈ റൂട്ട് വേർഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അടുത്തതാണ് ഫീബർ. ഫീബർ എന്ന് പറഞ്ഞാൽ ഫീവർ എന്നൊരു അർത്ഥമാണ് കേട്ടോ. ഫീവർ എന്നുള്ള അർത്ഥമാണ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ബെൻഡ്, അതായത് ഫ്ലെക്സിബിൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഫ്ലെക്സിബിൾ അതായത് ബെൻഡ് ചെയ്യാൻ കഴിവുള്ളതാ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ദെൻ അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി ഒക്കെ പറയാറുണ്ട്. അടുത്തതാണ് ഫൊറാമൻ. ഫൊറാമൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഹോൾ എന്നുള്ള ഒരു അർത്ഥമാണ് ഫൊറാമന്റെ. അടുത്ത രണ്ടെണ്ണം നേരെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അത് രണ്ടും ഒന്ന് വെട്ടിയിട്ടേക്കും. ഫ്ലെക്സും ഫൊറാമനും രണ്ടെണ്ണം ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്. അത് കൂടാതെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ്. അത് വേണ്ട കേട്ടോ. അപ്പൊ ഇതില് വേഗം ഒന്ന് വായിച്ചു നോക്കുക. 11 തുടങ്ങി 29 വരെ വേഗം ഒന്ന് വായിക്കാം. എന്നിട്ട് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം.
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ഇമ്പോർട്ടന്റ് പറയട്ടെ മിസ്? നമ്പർ മാത്രം പറയാം, ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. 11, 15, 11, 15, 17, 11, 15, 17, 19, 19, 22, 22, 23, 22, 23, 25, 25, 27, 27. ഒന്നുകൂടി പറയണോ? 11, 15, 17, 19, 22, 23, 25, 27. എല്ലാവർക്കും ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ് കേട്ടോ. അടുത്തത് ഓക്കെ, അടുത്തതാണ് 30 ആണ് ഫ്രാക്ചർ. ഫ്രാക്ചർ എന്താണ്? അതിന്റെ ബ്രേക്ക് എന്നുള്ളൊരു അർത്ഥമാണ്. അതെ, ഫ്രാക്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഫ്രാക്ഷൻ എന്ന് പറയാറുണ്ട്, ഫ്രാക്ചർ എന്ന് പറയാറുണ്ട്, ഫ്രാഗ്മെന്റ് എന്ന് പറയാറുണ്ട് ഇല്ലേ? ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസാ. അപ്പൊ അതിന്റെ അർത്ഥം ബ്രേക്ക് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ അതിന്റെ ആ ടേംസിന്റെ ഒക്കെ കോമൺ റൂട്ട് വേർഡ് ആണ് ഫ്രാക്ട് എന്ന് പറയുന്നത്. അടുത്തത് ജസ്റ്റ്. എന്താണ് ജസ്റ്റുമായി ബന്ധപ്പെട്ട? ക്യാരി, പ്രൊഡ്യൂസ്, കൺജഷൻ, ജസ്റ്റേഷൻ അല്ലെ, ഡൈജസ്റ്റ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ടേംസ് അല്ലേ? അപ്പൊ ഇത് ക്യാരി ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൺജഷൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ അർത്ഥം വരുന്നത്. ദെൻ നോ എന്നുള്ളൊരു അർത്ഥം എന്താണ്? നോ എന്നുള്ളൊരു മീനിങ് ആണ്. എന്തായിരിക്കും? ടു നോ അല്ലെങ്കിൽ നോളജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. നോളജ് എന്നൊക്കെ പറയാറില്ലേ? ആ ഒരു അർത്ഥമായിട്ട് വരുന്നത്. ഗ്രാമർ, സംതിങ് റിട്ടൺ ഓർ റെക്കോർഡഡ്, അതായത് ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ്. ഗ്രാം, കാർഡിയോഗ്രാം അല്ലെ, പലതരം ആൻജിയോഗ്രാം, നമ്മളെല്ലാം ഗ്രാം കൂടി ഒരുപാട് ടേംസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ദെൻ ഗ്രാഫ്, റൈറ്റ്, റെക്കോർഡ്, നമുക്ക് എഴുതാം, അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാം ഇല്ലേ. കാർഡിയോഗ്രാഫ്, ആൻജിയോഗ്രാഫ്, നമ്മൾ ഓരോന്നിന്റെയും കൂടെ ഗ്രാഫ്, കാർഡിയോഗ്രാഫി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അത് ദെൻ അടുത്തതാണ് ഹ്യൂമറസ്. ഹ്യൂമറസ് എന്താണ്? ദ ബോൺ ഇൻ ദ അപ്പർ ആം ഇല്ലേ. നമ്മുടെ അപ്പർ ആം അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറുമായി ബന്ധപ്പെട്ടുള്ള ബോണിയാണ് നമ്മൾ ഹ്യൂമറസ് എന്ന് പറയുന്നത്. അത് ആ വേർഡ് അങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. ദെൻ ഇഡി, ഇഡിയസ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളതാണ് ഒരു അൺനോൺ. ഇഡിയോപതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അൺനോൺ കോസ് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. അൺനോൺ എന്നുള്ളൊരു അർത്ഥമാണ്. ദെൻ അയഡോ, അയഡിൻ എന്നുള്ളൊരു അർത്ഥമാണ്. അയഡോ എന്നല്ലെങ്കിൽ അയഡ് എന്നുള്ള രീതിയിലും യൂസ് ചെയ്യാറുണ്ട്. അയഡിൻ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ലാക്റ്റ്, മിൽക്ക് എന്നുള്ളൊരു അർത്ഥമാണ്. ലാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് പറഞ്ഞേ. ലാക്ടോസ്. വെരി ഗുഡ്. ലാക്ടോസ്, ലാക്ടോജൻ അല്ലെ. നമ്മൾ അതിന്റെ ഒക്കെ റൂട്ട് വേർഡ് ആയിട്ട് ലാക്റ്റ് എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. ദെൻ ലിംഗു, ലിംഗുവിന്റെ അർത്ഥം എന്താ? ടങ്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു വേർഡ് പറഞ്ഞേ. ലിംഗുവുമായി ബന്ധപ്പെട്ട ലിംഗ്വിസ്റ്റിക്. ശരിയാണ്, ലിംഗ്വിസ്റ്റിക് പറയാറുണ്ട്. സബ് ലിംഗ്വൽ പറയാറുണ്ട് ഇല്ലേ.
അണ്ടർ ദ ടങ് എന്നുള്ള മീനിങ് വരുന്നത് സബ്ലിംഗ്വൽ എന്നൊക്കെ പറയുന്ന ടേം നമുക്ക് യൂസ് ചെയ്യാറില്ല. അതിന്റെ ഏറ്റവും കോമൺ റൂട്ട് വേർഡ് ലിംഗു ആണ്. ദെൻ അടുത്തത് മെൻ എന്നുള്ളത് നമുക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മന്ത് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതെ, മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ എന്നൊക്കെ പറയുന്ന വേർഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതൊരു മാസം എന്നുള്ളൊരു അർത്ഥമല്ലേ, ഒരു മാസത്തിൽ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. ദെൻ ഒക്യൂൾ, ഒക്യൂൾ എന്ന് പറഞ്ഞാൽ ഐ എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബൈനോക്കുലാർ അല്ലേ, ഒക്യുലാർ, ഒക്യുലിസ്റ്റ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ കണ്ണ് എന്നുള്ളൊരു അർത്ഥമായിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആണ്. ഓ എന്ന് പറഞ്ഞാൽ മീനിങ് എഗ് എന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഓവുലേഷൻ, ഓവം, ഓവറി അല്ലെ, ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അതിന്റെയൊക്കെ റൂട്ട് വേർഡ് ആണ് ഓവ്. പാൽപേറ്റ്, എന്താണ് പാൽപേറ്റ്? ടു ഇൻസ്പെക്ട് ബൈ ടച്ച് എന്ന് വെച്ചാൽ എന്താ? ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്പർശനത്തിലൂടെ അല്ലെ, സ്പർശിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പരിശോധിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. നമ്മൾ സ്പർശിച്ചുകൊണ്ട് പരിശോധിക്കുക എന്നുള്ളത് പാൽപേറ്റ് ചെയ്യുക. ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, ടച്ച് ചെയ്യുന്നതിലൂടെ, സ്പർശിച്ചുകൊണ്ട് പരിശോധിക്കുക. ദെൻ പെഡ്, പെഡ് യൂസ് ചെയ്യുന്നത് എന്തിനുമായിട്ട് ബന്ധപ്പെട്ട ചൈൽഡ് ഓർ ഫൂട്ട് എന്നുള്ളൊരു അർത്ഥമാണ്. പീഡിയാട്രിക് അല്ലെ, പീഡിയാട്രിക്, പീഡിയാട്രിക്സ് എന്താണ്? പിന്നെ എന്താണ്? ഫൂട്ടുമായി ബന്ധപ്പെട്ട ഒരു പെഡസ്ട്രിയൽ, എന്താണ് പെഡിക്യൂർ, ഇതൊക്കെ ചെയ്യാറില്ലേ? ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, പെഡിക്യൂർ അല്ലെ. അപ്പൊ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കോമൺ റൂട്ട് വേർഡിൽ നിന്ന് വന്നിരിക്കുന്ന ടേംസ് ആണ്. ഓർത്തോപെഡിക്സ് പറയാറുണ്ട്. ദെൻ അടുത്തതാണ് പെർക്കസ്. എന്താണ് പെർക്കസ്? ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. എന്താണ്? നമ്മൾ എന്തെങ്കിലും ഹാർഡ് ആയിട്ടുള്ളവ സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്ത് അവരുടെ മുന്നിൽ അടിച്ചിട്ട് എന്താണ് പരിശോധിക്കുന്നതിനെയാണ് പെർക്കസ് എന്ന് പറയുന്നത്. ദെൻ ഫോട്ടോ, ഇതറിയാലോ, അതിന്റെ മീനിങ് ലൈറ്റ് എന്നുള്ളത്. ഫോട്ടോസിന്തസിസ് പറയാറുണ്ട്, ഫോട്ടോഗ്രാഫ് പറയാറുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ ടേംസ് യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അടുത്തത് ഫ്ലൂർ. ഫ്ലൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത് എന്താ? റിബ്, സൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഫ്ലൂറ കേട്ടിട്ടുണ്ടോ? ഫ്ലൂറ, പ്ലൂറൽ ഫ്ലൂയിഡ് കേട്ടിട്ടില്ലേ? അത് തന്നെ. ദെൻ ചോ എന്ന് പറഞ്ഞാൽ ഫൂട്ട് എന്നുള്ള അർത്ഥമാണ്. ചോ, ഫൂട്ട് എന്നുള്ള അർത്ഥമാണ്. ചോട്, ചോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ടിഒഇ ചോ എന്ന് പറയാറില്ലേ, ചോട് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. ദെൻ ടിപിയും ടി എന്ന് പറഞ്ഞാൽ ടിയാൽ എന്നുള്ള ഒരു അർത്ഥമാണ്. ടിയാൽ, പി സൈലന്റ് ആണ് അവിടെ. ടിയാൽ അതായത് സലൈവ എന്നുള്ളൊരു അർത്ഥമാണ്. ടിയാലിസം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സലൈവറിസം ആണ്. നമ്മുടെ ഹൈപ്പർ സലൈവറിസത്തിനെയാണ് ടിയാലിസം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഫയർ എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് പൈറോ ടെക്നീഷ്യൻസ്, പൈറോമാനിയാക്ക്, അതായത് ഫയറിനെ പേടിയുള്ള എന്നുള്ള രീതിയിലുള്ള അർത്ഥങ്ങൾ വരുന്നുണ്ട്. Then radius, the forearm bone on the thumb side, also a line from the center of a circle or sphere to the edge. ഇവിടെ റേഡിയസ് എന്നാണ് എന്താണ്? the forearm bone on the thumb side. നമ്മുടെ thumb side ഉള്ള forearm bone പറയുന്നതാണ് റേഡിയസ് ആൻഡ് അൾന. രണ്ട് എന്താണ് ബോൺസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലെ, റേഡിയസ് ആൻഡ് അൾന. നമ്മുടെ ഫോറാമിന്റെ ബോൺസിന്റെ ഒരു സൈഡിലുള്ള ബോൺസിനെയാണ് റേഡിയസ് എന്ന് പറയുക. ഓൾസോ എ ലൈൻ ഫ്രം ദ, അതുകൂടാതെ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടില്ലേ ഒരു റേഡിയസ്? പഠിച്ചിട്ടില്ലേ? ആരും മാത്സിൽ പഠിച്ചിട്ടില്ലേ? എന്താണ്? ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ഒരു എഡ്ജിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ലൈനെയാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. രണ്ട് മീനിങ് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു പേജ് ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഒന്നുകൂടി പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.